മറ്റൊരു അനദർ ബ്യൂട്ടിഫുൾ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചക്ക കൊണ്ടുള്ള ഒരു മനോഹരമായിട്ടുള്ള ഷേക്കാണ് ഇവിടെ നമ്മുടെ മമ്മ തയ്യാറാക്കാൻ പോകുന്നത്. അതിനു വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ചക്കയുടെ പൾപ്പ് എടുത്ത് നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ആ പൾപ്പ് ഉപയോഗിച്ചിട്ടാണ് നമ്മളിവിടെ ഷേക്ക് തയ്യാറാക്കാനായിട്ട് പോകുന്നത്. പൾപ്പല്ലാന്നുണ്ടെങ്കിൽ ചക്കച്ചുളകൾ ഉണ്ടെങ്കിൽ ചക്കച്ചുളകൾ നമുക്ക് ഇതിന് പകരമായിട്ട് ഉപയോഗിക്കാം. ഇതിപ്പോ ചക്കയുടെ പൾപ്പ് നമ്മൾ നേരത്തെ എടുത്ത് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതെങ്ങനെയാണ് ചക്കയുടെ പൾപ്പ് എടുത്ത് സൂക്ഷിച്ചു വെക്കുന്നത് എന്ന് നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ലിങ്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. എല്ലാവരും ഒന്ന് പ്ലീസ് ചെക്ക് ഇറ്റ്. ഇനി നമുക്ക് നല്ല മനോഹരമായിട്ടുള്ള ചക്ക ഷേക്ക് എങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം. ഇതിനാകെ നമുക്ക് 3 ഇൻഗ്രീഡിയൻസ് ആവശ്യമുള്ളൂ. ആദ്യമായിട്ട് ചക്കയുടെ പൾപ്പ്, 1/2 ഗ്ലാസ് പൾപ്പാട്ടോ നമ്മൾ ഈ ഗ്ലാസ്സിൽ എടുത്തിരിക്കുന്നത്. 1/2 ഗ്ലാസ് പൾപ്പ് നമ്മൾ മിക്സിയിലേക്ക് ഒഴിക്കുക കേട്ടോ. കട്ടയായിട്ട് ഇരിക്കുക പൾപ്പ്, പ്യുർ ജാക്ക്ഫ്രൂട്ട് പൾപ്പ്. ഇനി ഇതിന് നമ്മൾ കാച്ചി തണുപ്പിച്ച് ഇവിടെ ഇരിക്കുന്ന ആ ഒരു 1/4 ഗ്ലാസ് പാലാ ചേർക്കണം. നമ്മൾ കാച്ചിയാട്ടോ എപ്പോഴും ചേർക്കാറ്. പലരും പല രീതിയിലാണ് എടുക്കുന്നത്. ചിലർ കാച്ചാതെ പാലെടുക്കും. ഞാൻ കാച്ചി തണുപ്പിച്ച പാലാണ് എടുക്കണം. 1/2 ഗ്ലാസ് പൾപ്പിന് നമ്മൾ 1/4 ഗ്ലാസ്സിന് ഒരു സ്വല്പം കൂടെ കൂടുതലുണ്ട് പാല് ചേർക്കണത്. ഈ പാല് നമ്മൾ തിളപ്പിച്ചിട്ട് തണുപ്പിച്ചെടുത്ത പാലാട്ടോ. തണുത്ത പാല് ഇതിലേക്ക് പൾപ്പിലേക്ക് ഒഴിക്കുക നമ്മൾ ഇതടിക്കാനായിട്ട്, ഷേക്ക് അടിക്കാനായിട്ട് പാല്. പിന്നെ നമ്മൾ മധുരം ഒരു സ്വല്പം മധുരം ഏതായാലും ചേർക്കേണ്ടി വരും. 1 സ്പൂൺ നമുക്ക് ചേർത്ത് നോക്കാം. 1 ടേബിൾ സ്പൂൺ വടിച്ച് ഷുഗർ ചേർത്ത് നോക്കാം. അല്ലേ, ഇൻഗ്രീഡിയൻസ് 3 കൂട്ടം ചേർത്ത് അടിച്ചിട്ട് കൊഴുപ്പ് കൂടുതലാണെങ്കിൽ ഒരു സ്വല്പം വെള്ളം ചേർക്കാം. ഇത് ചേർത്ത് തൽക്കാലം നമുക്ക് അടിച്ചു നോക്കാം. ഓക്കെ. ചക്കയുടെ പൾപ്പും പാലും പഞ്ചസാരയും ചേർത്ത് അടിച്ച് ഷേക്ക് ആക്കിയതാണ് കേട്ടോ ഈ മിക്സിയിൽ കാണിക്കണത്. ഇത് നമുക്ക് ഗ്ലാസ്സിലേക്ക് പകർത്താം. ഹായ്, നല്ല കൊഴുപ്പ. ഒരു പൊടിക്ക് വെള്ളം ചേർക്കാം. ഇതിലിരിക്കുന്നത് നമുക്കങ്ങ് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ കുറച്ചൊന്ന് വെള്ളം കലക്കി പറയാൻ പറ്റില്ല. അതേ കൊഴുപ്പ് തന്നെയത്. ആ മിക്സി ഒന്ന് കഴുകി സ്വല്പം ഒഴിക്കുകയാണ് നമ്മൾ. കാരണം ഇച്ചിരി നേർമയായിട്ട് ഇരുന്നോട്ടെ എന്ന്. നല്ല കൊഴുപ്പാട്ടോ ഇത്. നല്ല ടേസ്റ്റി ആണ് കേട്ടോ. ഞാൻ അതിന്റെ ഇടയ്ക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു. ഒരു വെറൈറ്റി ചക്ക ഷേക്ക്. അങ്ങനെ നമ്മുടെ അടിപൊളി ചക്ക ഷേക്ക് ഇവിടെ റെഡിയായി കഴിഞ്ഞു. നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. വിചാരിച്ചതിനേക്കാളും നല്ല ടേസ്റ്റ് ഉണ്ട്. ചക്കച്ചൊള ഉണ്ടെങ്കിൽ ചക്കച്ചൊള, അതുപോലെ തന്നെ സ്വല്പം കാച്ചി തണുപ്പിച്ചെടുത്ത പാല്, സ്വല്പം പഞ്ചസാര, സ്വല്പം ആവശ്യമെങ്കിൽ വെള്ളവും കൂടെ ചേർത്ത് മിക്സിയിലിട്ട് അടിച്ചെടുത്ത നല്ല കുറുകിയ ഷേക്കാണ്. കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന, ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഷേക്കാണ് കേട്ടോ. നല്ല ടേസ്റ്റുമാണ്. ചക്ക സീസൺ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ പൾപ്പ് എടുത്ത് പ്രിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പൾപ്പ് ഉപയോഗിച്ചും നമുക്ക് ഈ ഷേക്ക് ഉണ്ടാക്കാം. വളരെ രുചികരമാണ്. ഇതിന്റെ മുകളിലായിട്ട് നമുക്ക് ബൂസ്റ്റോ ബോൺവിറ്റോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ടോപ്പിംഗ് ചെയ്ത് കുറച്ച് നട്ട്സ് ഒക്കെ പൊടിച്ചതിട്ട് നമുക്ക് അലങ്കരിക്കുകയും ചെയ്യാം. നല്ല ടേസ്റ്റിയാണ്. നമ്മൾ ഷാർജ ഷേക്ക് ഒക്കെ ഉണ്ടാക്കില്ലേ ബനാന വെച്ച്, അതുപോലെ തന്നെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഡിഷാണ് ചക്ക ഷേക്ക്. വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഓരോ തവണ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. ഒപ്പം തന്നെ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഓരോ തവണ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് പേഴ്സണൽ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പൊ ചക്കയുടെ വെറൈറ്റി എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്കിനി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. അടുത്ത എപ്പിസോഡ് എന്താണെന്ന് അറിയാനായിട്ട് ഇപ്പൊ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. മമ്മാസ് കിച്ചൺ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ ബൈ.